കൊല്ലത്ത് കടൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ കടലിൽ പ്രതീകാത്മക ഉപരോധ സമരം നടക്കുകയാണ്. രാജ്കുമാർ വിവരങ്ങൾ നൽകാനുണ്ട്. രാജ്കുമാർ, പ്രതീകാത്മകമായ ഉപരോധ സമരമാണ്. എങ്ങനെയാണ് ഈ സമരം ആസൂത്രണം ചെയ്തിരിക്കുന്നത്? എങ്ങനെ പുരോഗമിക്കുന്നു? അല്ല, ഇപ്പോൾ കൊല്ലത്തെ അറബിക്കടലിന്റെ തീരത്താണ് നമ്മൾ നിൽക്കുന്നത്. കൊല്ലം ഗോൾഡൻ ബീച്ച് എന്നറിയപ്പെടുന്ന ആ ഗോൾഡൻ ബീച്ചിനെ സാക്ഷ്യമാക്കിക്കൊണ്ട്, അറബിക്കടലിലെ കടലമ്മയെ സാക്ഷ്യമാക്കിക്കൊണ്ട്, കടലമ്മയുടെ ഒപ്പം നിന്നുകൊണ്ട് ഇത് കടൽ ഖനനം എന്ന് പറയുന്നത് കടലമ്മയ്ക്ക് മാത്രമല്ല, കടലിന്റെ മക്കൾക്ക് കൂടി ഒരു അപകടമാണ്. ഇവരെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, പാരിസ്ഥിതിക ആഘാതം അത്രമാത്രം വലുതാണ് എന്നൊരു ആശങ്ക മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സമരം നടത്തുന്നത്. ഇപ്പോൾ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി അല്പസമയത്തിനകം സമരം ഉദ്ഘാടനം ചെയ്യും. അതേസമയം തന്നെ നമ്മുടെ ഈ കടൽ മുഴുവനും ഇപ്പോൾ CITU മത്സ്യത്തൊഴിലാളികൾ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ വള്ളങ്ങളുമായി അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. നേരത്തെ തീരത്തൊക്കെ മറ്റ് സംഘടനകളൊക്കെ സമരം ചെയ്തിരുന്നു. ഈ താമസിയാതെ വരും ദിവസങ്ങളിൽ സംയുക്ത ട്രേഡ് യൂണിയൻ എല്ലാ മത്സ്യത്തൊഴിലാളികളും ചേർന്നുകൊണ്ട് കടലിൽ ഒരു വലിയ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിനി വരും ദിവസങ്ങളിൽ അതിന്റെ സമരം ശക്തമാക്കാനാണ് തീരുമാനം. കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ കടൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ പല ബ്ലോക്കുകളായി തിരിച്ചുകൊണ്ട് ഇതിൽ പല സ്ഥലങ്ങളിലും മണൽ ഖനനം ചെയ്യാനാണ് ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതിനെതിരായിട്ടാണ് പെൺകുട്ടികൾ ഉൾപ്പെടെ, വീട്ടമ്മമാർ, പെൺകുട്ടികൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ യുവതലമുറയിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ഇപ്പോൾ സമരവുമായി രംഗത്ത് വരും. നമുക്ക് ഈ വള്ളങ്ങളിൽ തന്നെ കാണാം, നിരവധി പെൺകുട്ടികളും ഇപ്പോൾ ഇരിപ്പുണ്ട് ബോട്ടുകളിൽ. ഇതിൽ മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, സമസ്ത മേഖലയിലുള്ളവരും ഇവർക്ക് പിന്തുണയുമായി രംഗത്ത് വരികയാണ്. ഏതൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സമരത്തിലേക്ക് എത്തിയിരിക്കുന്നത്? ഇത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ജീവൻ മരണ സമരമാണ്. കാരണം കേന്ദ്ര ഗവൺമെന്റ് ഈ നയം നടപ്പിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്ത് വില കൊടുത്തും ഞങ്ങളിത് അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജീവൻ മരണ പോരാട്ടത്തിലാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU ഏർപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് യാരങ്ങളുമായി തന്നെ സമരത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അല്ല, ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. രാജ്ഭവൻ ഉൾപ്പെടെ വളഞ്ഞുകൊണ്ട് വലിയൊരു പ്രതിഷേധ സമരമാക്കിയതിനെ ഉയർത്താനും കരുപിടിപ്പിക്കാനുമാണ് മത്സ്യത്തൊഴിലാളികൾ ശ്രമിക്കുന്നത്. ഇതിനു മുമ്പും പലവട്ടവും ഇതുപോലെ കടൽ ഖനനവുമായി രംഗത്ത് വരികയും ഈ കടൽ സമ്പത്ത് കൊള്ളയടിക്കുന്നതിനൊപ്പം ധാതു സമ്പത്ത് ഇവിടെയുണ്ട്. ധാതു സമ്പത്ത് എടുക്കുന്നതിന് ചില ശാസ്ത്രീയമായ വശങ്ങളുണ്ട്. അതെല്ലാം നോക്കി വേണം ഇത് ചെയ്യാൻ. പക്ഷേ ഇത് മണൽ, നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ മണൽ എടുക്കുന്നു എന്ന വ്യാജേനയാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ഖനനത്തിന് ഒരു ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ ഈ വിദേശ കമ്പനികൾ ഉൾപ്പെടെ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു സ്വകാര്യവൽക്കരണത്തിന്റെ പാത കൂടിയാവുന്നതുകൊണ്ട് വിദേശ കമ്പനികൾക്ക് ഇതെല്ലാം തുറന്നിടുന്ന ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള അപകടങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത് പറയാൻ കഴിയില്ല. ആ ഒരു ആശങ്കയെല്ലാം മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ തീരക്കടലിൽ മത്സ്യസമ്പത്ത് കുറഞ്ഞു വരികയാണ്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പരമ്പരാഗത തൊഴിലാളികൾക്ക് പോകാനും കഴിയില്ല. അതിന് വിലക്കുകളുണ്ട്. പലപ്പോഴും ബോട്ടപകടങ്ങൾ ഉൾപ്പെടെ നടക്കുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തീരക്കടലിലെ മത്സ്യസമ്പത്ത് മുഴുവനും ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ തങ്ങൾ പട്ടിണിയിലും വറുതിയിലേക്ക് പോകും. മാത്രമല്ല, തീരശോഷണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മദ്രാസ് IIT ഉൾപ്പെടെ നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ കൊല്ലം നിൽക്കുന്ന ഈ പ്രദേശത്ത് തന്നെ പല ബ്ലോക്കുകളിലും ഈ ഖനനം ചെയ്യാനുള്ള പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ ഒരു ആശങ്കയാണ് CITU മത്സ്യത്തൊഴിലാളി യൂണിയൻ ഫെഡറേഷൻ ഉന്നയിക്കുന്നത്. അന്ന, അല്പസമയത്തിനകം CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഇതിന്റെ സമരം ഉദ്ഘാടനം ചെയ്യും. അതെ, രാജ്കുമാർ, ആരൊക്കെ ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്? കടൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ പ്രതിഷേധമാണ് പ്രതീകാത്മകമായ സമരം എന്ന രീതിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് എത്തുന്നത്? എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഇതിനെ തുടർന്നുണ്ടാകുമെന്ന വിലയിരുത്തലുകളാണുള്ളത്? ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് ഇതൊരു പഠനമൊന്നും നടത്താതെ, ഒരു പാരിസ്ഥിതിക ആഘാതം അതിന്റെ പഠനം നടത്താതെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇതിന്റെ ഒരു നീക്കവുമായി മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഒരു ആശങ്ക. ഇപ്പോൾ ശ്രീ MA ബേബിയോട് നമുക്ക് ഇക്കാര്യം ചോദിക്കാം. മത്സ്യത്തൊഴിലാളികളുടെ വലിയൊരു ആശങ്കയുണ്ട്. ഈ തീരക്കടൽ ഉൾപ്പെടെ തുറന്നിടുകയാണ് വിദേശ കമ്പനികൾക്കായാലും മറ്റുള്ളവർക്കും എല്ലാം. ഇത് വലിയൊരു ആശങ്കയുണ്ട്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ളൊരു ആശങ്ക മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. ഇത് മത്സ്യത്തൊഴിലാളികളുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള സമരമാണ്. കേന്ദ്ര ഗവൺമെന്റ് എല്ലാം സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു സ്വകാര്യ മേഖലയെ ഈ കടൽ കൊള്ളയടിക്കാൻ അനുവദിക്കുന്നതിന് മുമ്പ് പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടില്ല. അപ്പോൾ ഒരു തരത്തിലും
മത്സ്യത്തൊഴിലാളികൾ ഇത് അംഗീകരിക്കില്ല. തീർച്ചയായും ഇത് ഒരു ജീവൻ മരണ പോരാട്ടമായി തന്നെയാണ് മത്സ്യത്തൊഴിലാളികളും അവരോടൊപ്പം ഈ നാട് സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങളും അണിനിരന്നിട്ടുള്ളത്. ഏതറ്റം വരെയും പോയി ഈ പുതിയ നിയമം, ഗവൺമെന്റിന്റെ തീരുമാനം പിൻവലിപ്പിക്കുന്നത് വരെ ഈ പക്ഷവുമായി മുന്നോട്ട് പോകും. ആ 28-ാം തീയതി ആയിരക്കണക്കിന് വരുന്ന കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി ബ്ലൂ ഇക്കണോമി പ്രഖ്യാപിച്ച കാലം മുതൽ തന്നെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ നയം തിരുത്തുന്നതുവരെയുള്ള സമരം. ബ്ലൂ ഇക്കണോമി പ്രഖ്യാപിച്ചത് മുതൽ അതിശക്തമായ പ്രതിരോധം ഏർപ്പെടുത്തിയത് CITU ആണ്, കേരളത്തിന്റെ ഗവൺമെന്റാണ്. കേരള ഗവൺമെന്റും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി യൂണിയനുകളും ശക്തമായി നടത്തിയ പ്രതിഷേധത്തെയും പ്രക്ഷോഭത്തെയും അവഗണിച്ചുകൊണ്ടാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ കൊല്ലത്തെ ബാങ്കായിട്ട് കൊയിലോൺ ബാങ്ക് എന്നറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള കടലിൽ 303 ടൺ മണൽ ഖനനം ചെയ്യാനായിട്ട് അനുമതി കൊടുത്തിരിക്കുന്നത്. ഇത് ഞങ്ങൾ അനുവദിക്കില്ല എന്നതാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ഒറ്റക്കെട്ടായി പ്രക്ഷോഭത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇത് ഞങ്ങൾ തുടരും. ഈ ടെൻഡർ ചെയ്ത നടപടി പിൻവലിക്കും വരെ സമരം തുടരും. ഒരു കാരണവശാലും കേരളത്തിലെ മത്സ്യത്തൊഴിലാളി മണൽ ഖനനം നടത്താനോ ധാതു വിഭവം ഖനനം ചെയ്യാനോ അനുവദിക്കുന്ന പ്രശ്നമില്ല. സമരമാണ് കേരളത്തിൽ വരുവാൻ പോകുന്നത്. 17-ാം തീയതി എല്ലാ മത്സ്യത്തൊഴിലാളി രാജ്കുമാർ, ഖനനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആരൊക്കെയാണ്? എന്താണ് ഇവരുടെ നിലപാട്? പ്രത്യേകിച്ചും ഈ വിധത്തിലുള്ള ഒരു പ്രതിഷേധമൊക്കെ നടക്കുമ്പോൾ അവരുടെ നിലപാടിലുള്ള മാറ്റം ഉണ്ടാകുന്നുണ്ടോ? പാരിസ്ഥിതിക ആഘാത പഠനം നടത്താത്തതിനുള്ള വിശദീകരണം എന്താണ്? എല്ലാ മത്സ്യത്തൊഴിലാളികളും പണിമുടക്കിക്കൊണ്ട് ഇത് സംബന്ധിച്ച് താമസിയാതെ ഇതിന്റെ ടെൻഡർ നടപടികളിലേക്ക് വരെ പോകാനാണ് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം. ഇതുവരെ കൃത്യമായി ഇതിന്റെ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല. നിലവിൽ ഏതാണ്ട് 10-12 ബ്ലോക്കുകളായി തിരിച്ചുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും തീരമേഖലയിൽ ഇങ്ങനെ ഖനനം നടത്താനാണ് ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിൽ ഏതാനും ബ്ലോക്കുകൾ കേരള തീരത്തും ഉൾപ്പെടും. കേരള തീരത്തേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ആലപ്പുഴ, കൊല്ലം ജില്ലയുടെ അതിർത്തി തീരക്കടൽ എന്ന് പറയുമ്പോൾ വൻതോതിൽ കരിമണൽ ഉൾപ്പെടെയുള്ള ധാതു സമ്പത്ത് ഈ തീരക്കടലിലുണ്ട്. ഒരുപക്ഷെ ഇത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു നീക്കമാണോ എന്ന് ന്യായമായും നമുക്ക് സംശയിക്കാം. യുറേനിയം ഉൾപ്പെടുന്ന സമ്പുഷ്ട യുറേനിയം ഉൾപ്പെടുന്ന ധാതു സമ്പത്ത് ഈ കരിമണലിൽ ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാജ്കുമാർ, ഈ ടെൻഡർ വിളിക്കാനുള്ള നീക്കം ഏത് വിധമാണ് നടക്കുന്നത്? അടുത്ത പ്രതിഷേധ പരിപാടി എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകാനുള്ള നീക്കം CITUയുടെ ഭാഗത്തു നിന്നുണ്ടോ? ഇത് ടെൻഡർ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇവർ കടക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതാണ് ഏറെ ആശങ്ക ഉണ്ടാക്കുന്നത്. ഇതിൽ മത്സ്യത്തൊഴിലാളികളുമായിട്ടും അതുപോലെ ഇതിൽ ഒരു ചർച്ച നടത്താനൊന്നും ഇവരിതുവരെ തയ്യാറായിട്ടില്ല. സംസ്ഥാന ഗവൺമെന്റ് ഇതിൻ്റെ ഒരു കൊച്ചിയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചപ്പോൾ ഫിഷറീസിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് അനീഷ് അദ്ദേഹം സംസ്ഥാന ഗവൺമെന്റിന്റെ ഇക്കാര്യത്തിലുള്ള ഒരു നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ സംസ്ഥാന ഗവൺമെന്റ് ഒരു തരത്തിലും ഇതിനെ അംഗീകരിക്കില്ല എന്നാണ് ഈ സംസ്ഥാന ഗവൺമെന്റിനെ പ്രതികരിച്ചുകൊണ്ട് ഫിഷറീസിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇതിന്റെ കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന റോഡ് ഷോയിൽ പങ്കെടുത്തിരുന്നവർക്ക് രേഖാമൂലമുള്ള മറുപടി നൽകിയത്. ഇപ്പോൾ ഈ ഒരു സമരം ഇത് ഏതൊക്കെ തരത്തിലൊരു ആശങ്കയാണ് നിങ്ങൾക്കുള്ളത്? ടെൻഡർ നടപടികളിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് പോവുകയാണ്. കടലിലെ മത്സ്യങ്ങളുടെ ആവാസവ്യവസ്ഥ തകരും. ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളും അനുബന്ധ തൊഴിലാളികളുടെ കുടുംബങ്ങളും അടക്കമുള്ളവരെ പട്ടിണിയിലേക്ക് തള്ളിയിടുന്ന മത്സ്യങ്ങളുടെ ആവാസവ്യവസ്ഥ തകർച്ചയിലേക്ക് നയിക്കുമെന്നുള്ളതുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU ഈ സമരരംഗത്തേക്ക് സജീവമായി വന്നിട്ടുള്ളത്. എന്ത് വില കൊടുത്തും ഈ ഖനനം അനുവദിക്കാൻ കഴിയുന്നതല്ല എന്ന് പ്രഖ്യാപിക്കുന്ന സമരമാണ് ഇന്ന് കൊല്ലത്ത് അറബിക്കടലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് മത്സ്യത്തൊഴിലാളികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അനുബന്ധ തൊഴിലാളി അവരുടെ കുടുംബാംഗങ്ങളെയും മാത്രമല്ല, കേരളം ഒരു തീരദേശ സംസ്ഥാനമാണ്. തീരദേശ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ മത്സ്യസമ്പത്തും അതുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളും അതിൻ്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങളുമെല്ലാം തീരദേശത്ത് ചെറു പട്ടണങ്ങളെപ്പോലും നിലനിർത്തിയിരിക്കുന്നത് മത്സ്യത്തൊഴിലാളി സമൂഹവും മത്സ്യസമ്പത്തുമാണ്. അതെല്ലാം നശിക്കുന്നതോടുകൂടി നമ്മുടെ ചെറുകിട പട്ടണങ്ങളുടെ
പ്രവർത്തനം പോലും അസാധ്യമാകുന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ തീരപ്രദേശത്തെ സമ്പദ്ഘടനയെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ഈ മത്സ്യബന്ധനം മത്സ്യബന്ധനവും അതിൻ്റെ പ്രശ്നങ്ങളും ഇല്ലാതായാൽ തീർച്ചയായിട്ടും ഈ ഖനനം നടത്താൻ അനുവദിച്ചാൽ അത്തരത്തിലേക്കുള്ള വലിയ 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 പ്രശ്നങ്ങളാണ് നമ്മുടെ സംസ്ഥാനം നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചോളം അവരുടെ ഉപജീവനത്തിൻ്റെ പ്രശ്നമാണ്. തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളി സമൂഹവും മത്സ്യ അനുബന്ധ തൊഴിലാളികളും ഒറ്റക്കെട്ടായി തുടർന്ന് നടക്കാൻ പോകുന്ന സമരത്തിൽ പങ്കാളിയാകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിലിപ്പോൾ ഈ തീരത്തെ ഏതൊക്കെ സ്ഥലങ്ങൾ എത്ര ബ്ലോക്കുകളിലാണ് ഈ ഖനനത്തിനുള്ള ഒരു നീക്കം നടത്തുന്നത്? അതിലുള്ള ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും പാരിസ്ഥിതിക ഈ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള നിങ്ങൾ ഉന്നയിക്കുന്നുണ്ട്? ഏതൊക്കെ തരത്തിലായിരിക്കും കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള പ്രദേശമായി കണക്കാക്കുന്നത് കൊല്ലം ബാങ്ക്, മത്സ്യത്തിൻ്റെ കൊല്ലം ബാങ്ക് എന്നറിയപ്പെടുന്ന കൊല്ലം മുതൽ അമ്പലപ്പുഴ വരെയുള്ള പ്രദേശമാണ്. തീർച്ചയായിട്ടും ആ പ്രദേശത്താണ് ഇപ്പോൾ ഖനനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഖനനം നടത്തുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള കൊല്ലം ബാങ്ക് എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് ഖനനം നടത്തിയാൽ തീർച്ചയായിട്ടും മത്സ്യസമ്പത്തിൻ്റെ നാശമായിരിക്കും ഫലം. അതിനനുവദിക്കാൻ കഴിയുന്നതല്ല. അന്ന് ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ മത്സ്യ ബാങ്ക് തീരമേഖലയിൽ ഇതിൻ്റെ വലിയൊരു ബാങ്കാണിത്. ഇവിടെ ഈ ധാതു സമ്പത്ത് കൃത്യമായി ഇതിനുള്ളിലുണ്ടെന്നുള്ളത് അവർക്കറിയാം. ഇതിപ്പോൾ നേരത്തെ തന്നെ ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു നയമുണ്ട്, പൊതുമേഖലയിൽ മാത്രം മതി ഖനനം എന്ന് പറയുന്ന ഒരു പൊതു നയം. അത് മുമ്പേ തന്നെ ഇടതുപക്ഷ സർക്കാരിൻ്റെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത് സെൻട്രൽ ഗവൺമെൻറ് പലവട്ടം ഇത് ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന ഗവൺമെൻറ് ആ നയത്തിൽ നിന്ന് പിന്നോക്കം പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വകാര്യ മേഖലയിലെ ഖനനം ഒരു കാരണവശാലും അനുവദിക്കത്തില്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പൊതുമേഖലയിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ തീരവാസികളുടെയും ആരുടെയും പരിസ്ഥിതിവാദികളുടെ ഉൾപ്പെടെ എല്ലാ ആശങ്കകളും പരിഹരിച്ചുകൊണ്ടായിരിക്കും അത്തരം ഒരു ഖനനത്തിലേക്ക് മറ്റും പോവുക. പക്ഷേ ആ ഒരു ഇതിൽ കടലിനുള്ളിലേക്ക് ഒരു ഖനനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ എടുക്കുക, അതായത് നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ മണൽ ആവശ്യമാണ്, വികസനത്തിന് മണൽ ആവശ്യമാണ്. ഈ ന്യായങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോയത്. പക്ഷേ കൊല്ലം ബ്ലോക്കിലേക്ക് വരുമ്പോൾ, കൊല്ലം ബാങ്കിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ആശങ്ക ഇരട്ടിയാവുന്നതും. കരിമണൽ ഉൾപ്പെടുന്ന ഒരു വൻ ധാതു സമ്പത്ത് ഇവിടെയുണ്ട്. അത് സാധാരണഗതിയിൽ ഇപ്പോൾ നമുക്ക് കേമമ്പലാണെങ്കിലും അയ്യാറി ആണെങ്കിലും അവർ തീരമേഖലയിൽ നിന്നുള്ള മൈനിങ് വഴി മാത്രമാണ് ഈ ധാതു സമ്പത്ത് ശേഖരിക്കുന്നത്. കടലിനുള്ളിലേക്ക് ഒരു മൈനിങ് ഇതുവരെ ചെയ്തിട്ടില്ല. അത് ചെയ്യുമ്പോഴുണ്ടാവുന്ന ആശങ്കയെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളി CITU ഫെഡറേഷന്റെ നേതാക്കളെല്ലാം പങ്കുവെച്ചത്. ഇതിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയും പന്തംകൊളുത്തി പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരി, കൊല്ലത്ത് കടൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ കടലിൽ പ്രതീകാത്മക ഉപരോധ സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.